ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷകൾക്കും കഴിഞ്ഞ LGS എക്സാമിന് പോലും ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മേഖലയായിരുന്നു അത്. ശരാശരി സ്കൂൾ ടെക്സ്റ്റിനകത്തുണ്ട്. 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ശരാശരി എന്ന് പറയുന്നത്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പം എന്താണ് ശരാശരി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി നമ്മളിപ്പം ഏകദേശം ഒരു അളവാണ്. ശരാശരി കറക്റ്റായിട്ടൊരളവല്ല, ഏകദേശം. അതാണ് ഈ ശരാശരി. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ശരാശരി നമ്മൾ കണ്ടുപിടിക്കുന്നത് തുക ബൈ എണ്ണമാണ്. തുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുന്നതിനാണ് നമ്മൾ തുക എന്ന് പറയുന്നത്. എണ്ണം, ആകെ എത്ര എണ്ണമുണ്ട്, അതാണ് എണ്ണം, നമ്പർ. ഓക്കെ ആണല്ലോ. തുക എന്ന് പറഞ്ഞാൽ സം എന്നാണ്. ശരാശരി ഇംഗ്ലീഷിൽ ആവറേജ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കപ്പോൾ ഓരോന്നോരോന്നോട്ട് നോക്കാം. നമ്മൾ തുക എങ്ങനെ കണ്ടുപിടിക്കും? തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണമാണ്. ഓക്കെ ആണല്ലോ. തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളടുത്ത് ശരാശരി ചോദിച്ചാൽ തുക ബൈ എണ്ണമാണ്. തുക ബൈ എണ്ണം. ഓക്കെ, അപ്പോൾ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി കണ്ടുപിടിക്കാൻ തുക ബൈ എണ്ണം. ഇനി എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എണ്ണം എന്ന് പറയുന്നത് തുക ബൈ ശരാശരിയാണ്. ഓക്കെ, ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്കുള്ളത്. ഓക്കെ, തുക കണ്ടുപിടിക്കൽ ഇക്വേഷൻ ശരാശരി ഇൻറ്റു എണ്ണം, ശരാശരി കണ്ടുപിടിക്കാൻ തുക ബൈ എണ്ണം, എണ്ണം കണ്ടുപിടിക്കാൻ തുക ബൈ ശരാശരി. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഈ തുകയെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് സം എന്നാണ്. ശരാശരിയെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആവറേജ് എന്നാണ്. എണ്ണത്തെ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പറാണ്. സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആവറേജ് ഇൻറ്റു നമ്പറാണ് സം. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ആവറേജ് കണ്ടുപിടിക്കാൻ സം ബൈ നമ്പറാണ്. സം ബൈ നമ്പർ. ഇനി നമുക്ക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ സം ബൈ ആവറേജ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ, സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ, ആവറേജ് കണ്ടുപിടിക്കാൻ സം ബൈ നമ്പർ, നമ്പർ കണ്ടുപിടിക്കാൻ സം ബൈ ആവറേജ്. നമ്മൾ ഈ 3 ഇക്വേഷൻസ് നമ്മളിങ്ങനെ എഴുതിയിടുമ്പോൾ അഥവാ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷയിൽ ഇപ്പോൾ ഇക്വേഷൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇക്വേഷൻ മാറിപ്പോയി, നമുക്ക് സം കണ്ടുപിടിക്കാൻ ആവറേജ് നമ്പറും കൊണ്ട് ഇൻറ്റു ചെയ്യുവാണോ, അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ സമ്മിനെ നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, അത് നമ്പറിനെ സം കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പരീക്ഷയിൽ ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ SAN. നമ്മുടെ 3 ഇക്വേഷൻസാണ്. SAN. എസ് എന്ന് വെച്ചാൽ സമ്മ്, എ എന്ന് വെച്ചാൽ ആവറേജ്, എൻ എന്ന് വെച്ചാൽ നമ്പർ. സമ്മാണ് കണ്ടുപിടിക്കേണ്ട. എക്സ് അങ്ങനെ തപ്പി പിടിച്ചാൽ AN എന്ന് വെച്ചാൽ ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എ ഇങ്ങനെ തപ്പി പിടിക്കുക, സം ബൈ നമ്പർ. നമ്പറെ കണ്ടുപിടിക്കേണ്ടെങ്കിൽ എൻ അങ്ങനെ തപ്പി പിടിക്കുക, സം ബൈ ആവറേജ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ അങ്ങ് ചെയ്തേച്ചാൽ മതി. അഥവാ മറന്നു പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഒന്ന് എഴുതിയിടുക. ഒരു കാര്യം ഓർക്കുക, മുകളിൽ എസ് മാത്രമേ എഴുതാവുള്ളൂ, AN താഴെ ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 40, 20, 50, 30, 10 ആയാൽ ശരാശരി മാർക്ക് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അവരിവിടെ തന്നിട്ടുണ്ട്. എത്രയ്ക്കാ? 40, 20, 50, 30, 10 ആയാൽ ശരാശരി മാർക്ക് എത്ര? ഓക്കെ ആണല്ലോ. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. തുക ബൈ എണ്ണം. ആവറേജ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ സം ബൈ നമ്പറാണ്. ആവറേജ് കണ്ടുപിടിക്കാൻ സം ബൈ നമ്പർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പറാണ്. ഈ സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണല്ലോ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കൂട്ടാം. സം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഇവിടെ തന്നിരിക്കുന്ന മാർക്ക്? എത്ര? 40 പ്ലസ് 20 പ്ലസ് 50 പ്ലസ്
30 + 10 എല്ലാവരുടെ കൂട്ടുക. ഇതെല്ലാവരുടെ കൂട്ടുന്നതാണ് തുക എന്ന് പറയുന്നത്. അതിനെ എണ്ണം കൊണ്ടങ്ങ് ഹരിക്കുക. എണ്ണം എത്ര? 1 2 3 4 5 5 എണ്ണം കൊണ്ട് ഹരിച്ചു. തുക ബൈ എണ്ണം എന്ന് പറയുന്നതാണ് നമ്മുടെ ശരാശരി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 5 4 9 11 14 1 15 എത്ര കിട്ടും? 150. എല്ലാവരും കൂടുമ്പോൾ 150 എന്ന് കിട്ടും. 150 ഡിവൈഡഡ് ബൈ 5 150 ഡിവൈഡഡ് ബൈ 5 കിട്ടും. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. എണ്ണം എത്രയാണ്? 5. 150നെ 5 കൊണ്ട് ഹരിക്കുക. 3 5 15 0 30. ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയോ? നമുക്ക് 30 കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നോക്കിയിടാം. ഒരു കുട്ടി 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ്. 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 40 20 50 30 10 ആയാൽ അവരുടെ ശരാശരി മാർക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെ നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം മാർക്ക് കൂടെ ആദ്യം നമ്മളത് കൂട്ടുക. കൂട്ടിയതിന് ശേഷം അതിന് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. നമുക്ക് 40 20 50 30 10 എല്ലാവരും കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 150 എന്ന് കിട്ടി. എണ്ണം എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. ഓക്കെ, അപ്പം എന്താ 150നെ 5 വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരാശരി മാർക്ക് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് കിട്ടിയ ശരാശരി മാർക്ക്, ഏകദേശം മാർക്കാണ്. ശരാശരി എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള മാർക്കല്ല. ഒരു കുട്ടിക്ക് കിട്ടിയ ഏകദേശം ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 7 കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് 12, 17, 32, 41, 33, 21, 26 എന്നിവയാണ്. ഇവരുടെ ശരാശരി മാർക്ക് എത്ര? ഇവരുടെ ശരാശരി മാർക്ക് കണ്ടല്ലോ. ശരാശരി മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. ആണല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ശരാശരി. അപ്പം എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ സം ബൈ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? സം കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര കിട്ടി? 12 + 17 + 32 + 41 + 33 + 21 + 26 എല്ലാവരും കൂട്ടി. എല്ലാവരും കൂട്ടിയിട്ട് എത്ര? എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എന്ന് പറയുന്നത് എത്ര? 1 2 3 4 5 6 7 7 കൊണ്ട് ഹരിക്കുക. ആണല്ലോ? ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്ന് കൂട്ടി നോക്കാം. എല്ലാവരുടെ കുടുംബം 10 20 50 90 120 140 160 160 166 167 170 171 73 180 182 എന്ന് കിട്ടും. 182 ഡിവൈഡഡ് ബൈ 7 കിട്ടിയല്ലോ. എല്ലാവരുടെ കൂട്ടി 12 17 32 41 33 21 26 എല്ലാവരുടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 182 കിട്ടി. എണ്ണം എത്ര? 7. 182നെ 7 വെച്ച് നമുക്കൊന്ന് ഹരിക്കാം. ഈ 7 14 ഇത് 7 14 ഇഷ്ടം 4 7 6 42 7 6 42 ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 26 മാർക്ക് എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 7 കുട്ടികളാണുള്ളത്. അവർക്കൊരു പരീക്ഷ കിട്ടിയ ശരാശരി അവർക്ക് കിട്ടിയ മാർക്കുകൾ എന്ന് പറഞ്ഞാൽ 12 17 32 41 33 21 26 ഇവരുടെ ശരാശരി മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ എല്ലാവരും കൊണ്ട് കൂട്ടുക. എല്ലാവരും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം 26 മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. കേട്ടല്ലോ? ഒരു കുട്ടിക്ക് ഏകദേശം 26 മാർക്ക് വീതം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കണക്കിൻ്റെ ശരാശരി മാർക്ക് 80 ആണ്. എല്ലാ കുട്ടികൾക്കും കൂടി ആകെ ലഭിച്ച മാർക്ക് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. കുട്ടി മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ 40 കുട്ടികൾക്കൂടെ കിട്ടിയ ശരാശരി മാർക്കാണ് 80. ശരാശരി മാർക്ക് 40 കുട്ടികളുണ്ട്, അവരുടെ ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്, ശരാശരി. എങ്കിൽ ആകെ എത്ര? എല്ലാവർക്കും കൂടെ ആകെ എത്ര മാർക്ക് കിട്ടിയെന്ന് വെച്ചിരിക്കുന്നത്? എല്ലാവർക്കും കൂടെ ആകെ എത്ര മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അവർ തുകയാണ്. തുക സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തുവാ? ശരാശരി ഇൻറ്റു എണ്ണമാണ്, അല്ലെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. ആവറേജ് ഇൻറ്റു നമ്പർ. ഓക്കെ ആണല്ലോ? സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ. ഓക്കെ ആണല്ലോ? നമുക്കൊന്ന് നോക്കാം. സം ആവറേജ് ശരാശരി അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ശരാശരി കിട്ടിയിരിക്കുന്നത് 80 മാർക്കാണ്. 80 ഇൻറ്റു എണ്ണം തന്നിട്ടുണ്ട്. എത്ര? 40 കുട്ടികളാണ്. 40 കുട്ടികൾ. ഓക്കെ, 40. ഓക്കെ, നമുക്ക് നോക്കിയേ.
സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് 80, ശരാശരി ആവറേജ് എന്ന് പറയുന്നത് 80ഉം എണ്ണം എന്ന് പറയുന്നത് 40ഉമാണ്. എങ്കിൽ നമുക്ക് തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ശരാശരി ഇൻറ്റു എണ്ണമാണ്. തുക കണ്ടുപിടിക്കാൻ ശരാശരി ഇൻറ്റു എണ്ണം. ഓക്കെ, 4 32. ഓക്കെ ആണോ? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 2 പൂജ്യങ്ങൾ കൊടുക്കുക. എത്ര കിട്ടി? 3200 എന്ന് കിട്ടും. എത്രയാണ്? 3200. അപ്പോൾ നോക്കണം, 40 കുട്ടികൾക്ക് കണക്ക് കിട്ടിയ ശരാശരി മാർക്ക്, 40 കുട്ടികൾക്ക് കണക്ക് പരീക്ഷ കിട്ടിയ അല്ലെങ്കിൽ 40 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിലെ ശരാശരി മാർക്ക് എന്ന് പറയാം, കണക്കിൻ്റെ ശരാശരി മാർക്ക് 80 മാർക്കാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എണ്ണം പറഞ്ഞുകൊണ്ട് 40 പേരാണ്, ശരാശരി പറയുന്നുണ്ട് 80 ആണ്. എങ്കിൽ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ച് വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ക്ലാസ്സിലെ 40 കുട്ടികൾക്ക് കൂടെ മൊത്തം കിട്ടിയേക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 3200 മാർക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 15 സംഖ്യകളുടെ ശരാശരി 20 ആയാൽ സംഖ്യകളുടെ തുക എത്ര? 15 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 20 ആണ്. എങ്കിൽ സംഖ്യകളുടെ തുക എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ്, ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ഇൻറ്റു നമ്പർ. ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട് എത്ര? 20. എണ്ണം തന്നിട്ടുണ്ട് എത്ര? 15. 15 സംഖ്യകളുടെ ശരാശരി 20 ആയാൽ സംഖ്യകളുടെ തുക എത്ര? ഓക്കെ ആണല്ലോ? അപ്പോൾ സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് എന്ന് പറഞ്ഞാൽ 20 ശരാശരി 20 ആണ്. സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 15ഉമാണ്. ഓക്കെ, അപ്പോൾ 20 ഗുണം 15. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 20നെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. 15 ഗുണം 2 30, 0 300 ആണ്. തുക എന്ന് പറയുന്നത് എത്ര കിട്ടി? 300 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ 15 സംഖ്യകളുടെ ശരാശരി 20 ആയാൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ശരാശരിയെ എണ്ണം കൊണ്ട് നമ്മൾ അങ്ങ് ഗുണിച്ചേച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ ഇവിടെ പറയുന്നതാണ്, കുറച്ച് സംഖ്യകളുടെ തുക 4500ഉം ശരാശരി 25ഉമായാൽ സംഖ്യകളുടെ എണ്ണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുറച്ച് സംഖ്യകളുണ്ട്, എത്രയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല, എത്രയോ സംഖ്യകളുണ്ട്. അവയുടെ തുക പറയുന്നുണ്ട് 4500ഉം അവയുടെ ശരാശരി പറയുന്നുണ്ട് 25ഉമായാൽ സംഖ്യകളുടെ എണ്ണം എത്ര? നമ്പറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? സം ബൈ ആവറേജ് ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ തുക തന്നിട്ടുണ്ട്, സം തന്നിട്ടുണ്ട് 4500. ക്ലിയർ? 4500 തുക 4500. എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പകരം ആവറേജ് ശരാശരി തന്നിട്ടുണ്ട് എത്ര? 25ഉം നമ്പർ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തുകയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തുകയും തന്നിട്ടുണ്ട്, ശരാശരിയും തന്നിട്ടുണ്ട്. നമുക്ക് എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ കണ്ടുപിടിക്കണം. നമ്പർ കണ്ടുപിടിക്കാനുള്ള എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ബൈ ആവറേജ്. സം ബൈ ആവറേജ്. ഓക്കെ, സം ബൈ ആവറേജ്. ഓക്കെ, വേണ്ടേ? എണ്ണം കണ്ടുപിടിക്കാം സം ബൈ ആവറേജ് എന്ന് വെച്ചാൽ തുക, എണ്ണം കണ്ടുപിടിക്കാൻ തുക ബൈ ശരാശരി. ഇക്വേഷൻ മറന്നുപോലെ അതിനെ എടുത്തെടുത്ത് പറയുന്നത് തുക ബൈ ശരാശരി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ തുക എന്ന് പറയുന്നത് 4500 ബൈ ശരാശരി എന്ന് പറയുന്നത് 25. 4500 ഡിവൈഡഡ് ബൈ 25. 45നകത്ത് 25 ഒരു പ്രാവശ്യം. ഓക്കെ, ശിഷ്ടം 20 വരും. 20ഉം 0ഉം 200. 200നകത്ത് 25 8 പ്രാവശ്യം. പിന്നെ ഒരു 0 ഉണ്ട്, അതും കിട്ടുകൊടുക്കുക. ഇവയുടെ ശരാശരി എണ്ണം എന്ന് പറഞ്ഞാൽ 180 ആണ്. നമ്പർ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. സംഖ്യ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. കുറച്ച് സംഖ്യകൾ, അവയുടെ തുക തന്നിട്ടുണ്ട് 4500 എന്നും അവയുടെ ശരാശരി തന്നിട്ടുണ്ട് 25 എന്നും. എങ്കിൽ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ തുകയെ ശരാശരി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. തുക 4500, എണ്ണം 25ഉം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കുറച്ച് കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ ശരാശരി മാർക്ക് 35ഉം മാർക്കുകളുടെ തുക 525ഉമായാൽ കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 35ഉം. ഓക്കെ ആണല്ലോ? തുക എത്ര? തുക എന്ന് പറയുന്നത് 525ഉമായാൽ
കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിക്കുന്നത്. കുട്ടികളുടെ എണ്ണം. ഇവിടെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, വേറെ കാര്യമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട് എത്ര? 35. ഒരു കുട്ടിക്ക് ശരാശരി 35 മാർക്ക്. എത്ര? ഒരു കുട്ടിക്ക് ശരാശരി 35 മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി സം തുക തന്നിട്ടുണ്ട് എത്ര? 525 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണം 35, ശരാശരി 35 എന്നും തുക 525 എന്നും കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ കണ്ടുപിടിക്കാം, എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ കണ്ടുപിടിക്കാം സം ബൈ ആവറേജ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? എളുപ്പം തന്നെ എൻ്റെ ആൻസറിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, തുക തന്നിട്ടുണ്ട് എത്ര? 525. എണ്ണം തന്നിട്ടുണ്ട് എത്ര? 35. 525നെ നമ്മൾ 35 വെച്ചങ്ങായിരിക്കണം. 525നെ 35 വെച്ചിരിക്കുക. 525നെ 35 വെച്ചിരിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഒരു 35. ഓക്കെ ആണല്ലോ. ബാക്കി 17 വരും. 17ഉം 5 175. 175 എന്ന് വെച്ചാൽ 5 35 175 എന്ന് കിട്ടുന്നത്. ഇവയുടെ ശരാശരി എന്ന് പറയലല്ലേ, എണ്ണം എന്ന് പറയുന്നത് 15 അപ്പോൾ നോക്കണം, കുറച്ച് കുട്ടികളുള്ള ഒരു പരീക്ഷയ്ക്ക്, കുറച്ച് കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ ശരാശരി മാർക്ക് 35. അപ്പോൾ കുട്ടികളുടെ എണ്ണം നമുക്കറിയത്തില്ല, കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 35ഉം അവർക്ക് കിട്ടിയ ആകെ മാർക്ക് എന്ന് വെച്ചാൽ 525 ആയാൽ കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ തുകയായ 525നെ അവയുടെ ശരാശരിയായ 35 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 എന്ന് കിട്ടും. ഈ 15 കുട്ടികളാണ് ഉണ്ടല്ലോ, കുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ 15. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആയാൽ എക്സിൻ്റെ വില എത്ര? കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ ശരാശരി തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു നമ്പർ മാത്രം മിസ്സിംഗ് ആണ്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്പർ മിസ്സിംഗ് ആണ്. അവിടെ എക്സ് എന്നൊരു വാല്യൂ ഒരു കൊടുത്തിട്ടുണ്ട്. ആ എക്സിൻ്റെ വിലയാണ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു കാര്യം അറിയാം, ശരാശരി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുന്നത്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കേ, അപ്പോൾ ഇവിടെ സം ബൈ നമ്പർ എന്ന് പറയുന്നതാണ് ആവറേജ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് സമ്മിനെ ഒന്ന് നമ്പർ കൊണ്ടുവന്ന് ഡിവൈഡ്, ഈ ഇക്വേഷൻ പ്രകാരം ഇക്വേഷൻ എങ്ങനെയാണോ എഴുതിയേക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. സം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? അണ്ട് ഇതെല്ലാം കൂട്ടുന്നതാണ് 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32 എല്ലാവിടെ കൂട്ടുന്നേ. ഓക്കെ, എല്ലാവിടെ കൂട്ടി 1 2 3 4 5 എല്ലാവിടെ കൂട്ടി. ഇപ്പോൾ 1 2 3 4 5 എല്ലാവിടെ കൂട്ടിയിട്ട് എണ്ണം എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. തുക ബൈ എണ്ണം. ഓക്കെ, 20ഉം 25ഉം എക്സും 28ഉം 32 എല്ലാവിടെ കൂട്ടിയിട്ട് എണ്ണമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരാശരി എന്ന് പറയാം. അപ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ശരാശരി. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര? 27 ആണെന്ന് പറയുന്നുണ്ട്. 27 എന്ന് പറയും. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ശരാശരി. അത് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് 27 എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 20, 25, എക്സ് 28, 32നെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശരാശരിയായ 27 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ഇവിടെ ഹരിച്ചേക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. 5 ഹരിച്ചേക്കുക. നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളങ്ങ് സമത്തിനപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുപോകാൻ പോവാം. സമത്ത് കണ്ടുപിടിക്കേണ്ടതിന് ഒഴിച്ച് ബാക്കിയെല്ലാം സമത്തിനപ്പുറം പോകണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതെല്ലായിടും അങ്ങ് കൂട്ടാം. എല്ലായിടും കൂട്ടാം. അപ്പോൾ 20ഉം 25ഉം 45, 65, 95, 95 എല്ലായിടും കൂട്ടുമ്പോൾ 105 എന്ന് കിട്ടും. 105 പ്ലസ് എക്സ്, 105 പ്ലസ് എക്സ്. ഓക്കെ, എക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സംഖ്യയുടെ കൂട്ടുക. 105 പ്ലസ് എക്സ് ഈക്വൽ ടു എന്താണ്? 27. ഈ വരയുടെ താഴെയാണ് 5 കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ വരയുടെ താഴെ കിടക്കുക എന്ന് വെച്ചാൽ ഇത് ഹരിച്ചേക്കുവാണെങ്കിൽ സമത്തിനപ്പുറം പോകുമ്പോൾ ഗുണിക്കണം. ഒരു സംഖ്യ സമത്തിനപ്പുറത്ത് ഗുണിച്ചേക്കുവാണെങ്കിൽ സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം. ഹരിച്ചേക്കുവാണെങ്കിൽ ഗുണിക്കണം. കൂട്ടിയേക്കുവാണെങ്കിൽ കുറയ്ക്കണം. കുറച്ചേക്കുവാണെങ്കിൽ കൂട്ടണം.
പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. സമത്തിന് ഇപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി വേണം സമത്തിന് അപ്പുറം പോകുമ്പോൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്തുവാ 5 ഡിവൈഡ് ചെയ്തേക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. എക്സ് അത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അങ്ങ് അപ്പുറം കൊണ്ടുപോകും. 105 പ്ലസ് എക്സ് ഈക്വൽ ടു ഇവിടെ ഗുണിക്കാം. 7 5 35, 7 5 35 5 ഇഷ്ടം 3. ഓക്കെ, ഈ 5 10 3 13, 135 എന്ന് കിട്ടും. 135. നമുക്ക് വേണ്ടത് എക്സ് ആണ്. എക്സ് മാത്രം മതി. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എക്സിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് 135 ഈ കിടക്കുന്ന 105 നമ്മളങ്ങ് സമത്തിനപ്പുറം പോകും. അപ്പോൾ ഇവിടെ നോക്കണം സൈൻ വല്ലതും ഉണ്ടോ. സൈൻ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്ലസ് എന്നാ. പ്ലസ് സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഇന്നങ്ങ് അപ്പുറം കൊണ്ടുപോവാ. അപ്പോൾ മൈനസ് 105 എന്നാവും. മനസ്സിലായോ? 135 മൈനസ് 105. 135 105 കുറച്ചാൽ നമുക്കിവിടെ കിട്ടും 30 എന്നുള്ള ഉത്തരം കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 30 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ശരാശരി നമ്മൾ കണ്ടുപിടിക്കുന്നത് തുക ബൈ എണ്ണമാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട്. എത്ര? 30, എത്ര 20, 25, എക്സ് 28, 32 എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം എത്ര? 1 2 3 4 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശരാശരി കിട്ടണം. അത് ഓൾറെഡി അവർ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ശരാശരി എത്ര? 27 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്തിയിട്ട് 105. 105 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് 27. ഇവിടെ ഹരിച്ചേക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. 27 ഇൻറ്റു 5 കിട്ടും. അപ്പോൾ 30. അപ്പോൾ നമുക്ക് വേണ്ട 105 പ്ലസ് എക്സ് ഈക്വൽ ടു 27 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 135. നമുക്ക് വേണ്ടത് എക്സ് ആയതുകൊണ്ട് ഈ പ്ലസ് 105 സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് 105 എന്താവും? 135 105 കുറച്ചാൽ 30 കിട്ടും. എക്സിൻ്റെ വില 30. ഇനി നിങ്ങൾക്ക് ഇവിടെ സംശയമുണ്ട് എങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ എക്സിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 30 ഇട്ട് കൊടുക്കണം. എക്സിൻ്റെ അടുത്ത് 30 ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടണം. എല്ലാം കൂടെ കൂട്ടിയിട്ട് 5 വെച്ച് ഹരിച്ചു നോക്കണം. ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 27 ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ എക്സിന് പകരം 30 ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണമായ 5 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 27 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 22, 27, 23, 28, 32 എക്സ് എന്നീ സംഖ്യകളുടെ മാധ്യം 28 ആയാൽ എക്സിൻ്റെ വില എത്ര? മാധ്യം, മധ്യമം, മഹിതം, മീൻ, മീഡിയൻ, മോഡ്. ഈ മീൻ എന്ന് പറഞ്ഞാലും മാധ്യം എന്ന് പറഞ്ഞാലും ശരാശരി എന്ന് പറഞ്ഞാലും ആവറേജ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ കേട്ടോ. മാധ്യം, ആവറേജ്, ശരാശരി, മീൻ എന്നൊക്കെ പറയുന്ന ഒറ്റ കാര്യം തന്നെ കേട്ടോ. അപ്പം മീൻ കാണാൻ പറഞ്ഞാലും മാധ്യം കാണാൻ പറഞ്ഞാലും ആവറേജ് കാണാൻ പറഞ്ഞാലും ശരാശരി കാണാൻ പറഞ്ഞാലും എല്ലാം ഒരു കാര്യം. അപ്പോൾ മാധ്യം എന്ന് പറഞ്ഞാലും ശരാശരി എന്ന് പറഞ്ഞാലും ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, PSC മാധ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്, ശരാശരി എന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാധ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ മലയാളത്തിൽ ഇതുപോലെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പല ക്വസ്റ്റ്യനകത്ത് മാധ്യം എന്നാണ് പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് മാധ്യം, ചിലതിനകത്ത് ശരാശരി എന്നും ചിലത് മാധ്യം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ. മാധ്യം എന്ന് പറഞ്ഞാൽ ശരാശരി എന്നാണ്, മധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയൻ എന്നൊക്കെ പറയും, മീഡിയൻ. മനസ്സിലായല്ലോ. മഹിതം എന്ന് പറഞ്ഞാൽ മോഡ്. മനസ്സിലായല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മാധ്യം, അപ്പോൾ ഇതിൻ്റെ മാധ്യം എങ്ങനെ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യം തന്നിട്ടുണ്ട്, 28 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും നമുക്ക് കൂട്ടാം. എല്ലാവരുടെ കുടുംബത്തിൽ 22. നമുക്കറിയാമല്ലോ ആവറേജ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ സം ബൈ നമ്പറാണ്. സം ബൈ നമ്പർ എന്ന് പറയുന്നതാണ് ആവറേജ്. നമുക്കറിയാം സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് എന്നറിയാം. ഓക്കെ, 22 പ്ലസ് 27 പ്ലസ് 23 പ്ലസ് 28 പ്ലസ് 32 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എണ്ണം അവർ തന്നിട്ടുണ്ട്. എത്ര 1 2 3 4 5 6 എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ ശരാശരി. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ശരാശരി. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മാധ്യം എന്ന് പറയുന്നത് ശരാശരി 28 ആണെന്ന് പറയുന്നുണ്ട്. ശരാശരി 28. ഓക്കെ, നമുക്കപ്പം എന്ത് ചെയ്യാം? നമ്മളുടെ ഇതെല്ലാവരുടെ കൂട്ടുക. എല്ലാവരുടെ കുടുംബത്തിൽ കിട്ടിയത് നോക്കിയേ. 20 40 60 80 110 120 130 132 132 പ്ലസ് എക്സ് 132 പ്ലസ് എക്സ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു
28 28. ഓക്കെ ആണല്ലോ. 132നെ എക്സ് കൊണ്ട് 132 കൊണ്ട് എക്സ് കൂട്ടിയിട്ട് 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 28 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ ആദ്യം നേരത്തെ ചെയ്ത പരിപാടി ഈ 6 ഹരിച്ചേക്ക് അപ്പുറത്തേനെ അങ്ങ് കൊണ്ടുപോവാ. അപ്പുറത്തോട്ട് പോകുമ്പോൾ റെഡി 132 പ്ലസ് എക്സ് ഈക്വൽ ടു 28. ഹരിച്ചേക്കുന്ന 6 അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം ഇൻറ്റു 6. ഹരിച്ചേക്കുന്ന 6 നമ്മൾ ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം എന്ത് ചെയ്യണം 132 പ്ലസ് എക്സ് ഈക്വൽ ടു ഓക്കെ 28 ഗുണം 6 ആണ്. ഓക്കെ 6 8 48 8 ശിഷ്ടം 4 ഈ 6 12 4 16 12 4 16 168 എന്ന് കിട്ടും. 132 പ്ലസ് എക്സ് ഈക്വൽ ടു 160. 132 പ്ലസ് എക്സ് ഈക്വൽ ടു 168 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ എന്തിൻ്റെ വാല്യൂ ആ എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ വില കാണണം. കണ്ടുപിടിക്കേണ്ട എക്സ് മാത്രം ഇവിടെ നിലനിർത്തണം. ഓക്കെ 168 ഈ കണ്ടുപിടിക്കുക. ഈ 132 നമ്മളങ്ങ് സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കണം. ഓക്കെ ഇത് 132 എന്ന് വെച്ചാൽ പ്ലസ് 132 പ്ലസ് 132 സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് 132 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 8 2 6 ഇവിടെ 3 ഓക്കെ ആണല്ലോ 36 എന്ന് കിട്ടും. 36 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 36 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, നമുക്കിവിടെ ഈ എക്സിന് 36 കൊടുത്തതിന് ശേഷം ഇതെല്ലാവരുടെ കൂട്ടി 6 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 28 എന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ടീച്ചറുടെ വയസ്സൂടെ കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി, 1 വയസ്സ് കൂടി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? PSC എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ. എപ്പോഴും ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിനകത്ത് കിടപ്പുള്ള ക്വസ്റ്റ്യനാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ നോക്കണം, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 14. ടീച്ചറോട് വന്നപ്പോൾ ശരാശരി വയസ്സ് 1 കൂടി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് 2 രീതി ചെയ്യാം. ഒന്നൊരു നോർമൽ കേസിൽ ചെയ്യാം, പിന്നെ ഞാനൊരു ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. എസ് നോക്കിയോ, 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 എങ്കിൽ ഈ 40 കുട്ടികൾ കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്ന് നോക്കുക. 40 കുട്ടികൾ. അപ്പം 40 കുട്ടികളുടെ എണ്ണം 40 ആണ്. കുട്ടികളുടെ എണ്ണം 40. അവരുടെ ശരാശരി വയസ്സ് 14 14 ശരാശരി വയസ്സ് 14 എങ്കിൽ അവരുടെ മൊത്തം കൂടെ തുക എത്രയുണ്ട്? സം കിട്ടും. സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാമല്ലോ, ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ 40 കുട്ടികളാണ്, ശരാശരി 14. അപ്പം 40 ഗുണം 14. ഓക്കെ 40 ഗുണം 14 അവർക്ക് കിട്ടുന്ന എന്താണ് ഈ 40 കുട്ടികൾക്ക് കിട്ടുക ശരാശരി മാർക്ക് എന്ന് വെച്ചാൽ 40 അല്ല പിന്നെ വയസ്സ് എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ ഈ 40 കുട്ടികൾക്ക് കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ശരാശരിയെ എണ്ണം കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. 40 കുട്ടികളും ശരാശരി 14. ഓക്കെ ഓക്കെ അതുകൊണ്ട് 4 16 6 ശിഷ്ടം 1 ഒരു 4 1 5 56 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ 56. ഈ 56 ഈ 40 പൂജ്യം കൊടുക്കുക 560 എന്ന് കിട്ടും. ഓക്കെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ആയതുകൊണ്ട് അവരുടെ ആകെ വയസ്സെന്ന് വെച്ചാൽ 560 വയസ്സാണ്. 40 കുട്ടികൾക്കും കൂടെ ആകെയുള്ള വയസ്സെന്ന് പറഞ്ഞാൽ 560 വയസ്സാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവരിലേക്ക് ടീച്ചറും കൂടെ വരികയാണ്. ഇവർ കൂടെ ടീച്ചർ കൂടെ വരിക. ഇപ്പം ടീച്ചർ വന്നു. ഇപ്പം ടീച്ചർ വന്നപ്പോൾ എന്താ 40 എന്നുള്ളത് 41 പേരായി. 40 പേരെന്നുള്ളത് 41 പേരായി. 41 പേരായി. അവരുടെ ശരാശരി അപ്പോൾ എന്ത് ചെയ്തു? 1 കൂടി 14 എന്നുള്ളത് 15 ആയി. 14 എന്നുള്ളത് എത്രയായി? 15 ആയി. ഓക്കെ ആണല്ലോ. 14 എന്നുള്ള 15. ഓക്കെ ആണേ. അപ്പോൾ 40 കുട്ടികളുണ്ട്. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 14. അപ്പോൾ ഈ 40 കുട്ടികൾക്കൂടെ മാത്രമുള്ള വയസ്സ് 560. അവരിലേക്ക് ടീച്ചർ വന്നു. ടീച്ചർ വന്നപ്പോൾ അത് എത്ര പേരായി? 41 പേരായി. അപ്പോൾ അവരുടെ ശരാശരി വയസ്സ് എത്രയായി? 15 ആയി. ശരാശരി 1 കൂടി 14 എന്നുള്ളത് 1 കൂടുമ്പോൾ 15 എത്രയാണ്? 15 എങ്കിൽ ടീച്ചറും ഈ 41 ടീച്ചറുണ്ട്. കാര്യം 40 കുട്ടികളുള്ളൂ. അപ്പോൾ 41 ടീച്ചർ വന്നപ്പോൾ 41 വരെ. അപ്പോൾ ടീച്ചർക്കും കുട്ടികൾക്കും കൂടെയുള്ള ആകെ വയസ്സ് എത്രയാണ് നമുക്കുണ്ട്? ആകെ വയസ്സ്. ഓക്കെ ആണല്ലോ. നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. ഓക്കെ നമുക്ക് ഗുണിക്കുമ്പോൾ എത്ര?
15 ഗുണം 15 ഗുണം 4 60 600 600 15 615 ഓക്കെ 615 ഓക്കെ ആണല്ലോ. അപ്പം നോക്കിയേ 40 കുട്ടികളുണ്ട്. ഈ 40 കുട്ടികൾക്കൂടെയുള്ള ആകെ വയസ്സെന്ന് പറഞ്ഞാൽ 460 ടീച്ചർ വന്നപ്പോൾ 41 പേരായി. ശരാശരി 1 കൂടിയപ്പോൾ 15 ഓക്കെ ആണല്ലോ. അപ്പോൾ ശരാശരി 1 കൂടിയപ്പോൾ 15 എങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടീച്ചറുടെ വയസ്സ് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടീച്ചറുടെ വയസ്സ്. അപ്പോൾ ടീച്ചർ വരുന്നതിന് മുമ്പ് കുട്ടികൾക്ക് മാത്രമുള്ള വയസ്സാണ് എത്ര? 560 വയസ്സ്. ടീച്ചർ വന്നതിന് ശേഷം ടീച്ചർക്കും കുട്ടികൾക്കും കൂടെ ഉള്ള ആകെ വയസ്സ് എത്ര എന്ന് വെച്ചാൽ 615 ഉണ്ട്. ഈ 615 ഈ 615 വയസ്സിനകത്ത് ആരൊക്കെയുണ്ട്? ടീച്ചറുമുണ്ട്, കുട്ടികളുണ്ട്. ഈ 560 ആരുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ മാത്രം 560 വയസ്സ്. ഈ 615 ടീച്ചറും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ വയസ്സിൽ നിന്ന് കുട്ടികളുടെയും ടീച്ചറുടെയും വയസ്സായ 615 നിന്ന് കുട്ടികളുടെ മാത്രം വയസ്സായ 560 വയസ്സ് കുറച്ചാൽ ബാലൻസ് വരുന്നത് 55 വയസ്സെന്ന് കിട്ടും. ഈ 55 വയസ്സ് എന്ന് പറയുന്നത് കുട്ടിയുടെ വയസ്സാണ്, അല്ല ടീച്ചർ വയസ്സാണ്. കുട്ടിയുടെ ടീച്ചർ വയസ്സാണ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നോക്കിയേ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ടീച്ചർ വയസ്സോട് കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 1 കൂടി. എങ്കിൽ ടീച്ചർ വയസ്സ് എത്രയാണെന്ന് അറിയാൻ 40 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 14. 40നെ 14 ഉച്ചരിക്കുമ്പോൾ 560. ഇത് കുട്ടികളുടെ മാത്രം വയസ്സാണ്, മൊത്തം കൂടെ കൂട്ടുന്നതാണ്. മൊത്തം കുട്ടികൾ കൂടെ എത്ര വയസ്സുണ്ട്? ടീച്ചറോട് വന്നപ്പോൾ 40 എന്നുള്ളത് 41 ശരാശരി 1 കൂടിയുണ്ട് 14 എന്നുള്ളത് 15 ഇപ്പോൾ ഈ 41 ഗുണം 15 എന്ന് വെച്ചാൽ 615 കിട്ടും. ഈ 615 വയസ്സെന്ന് പറയുന്നത് ടീച്ചറുടെ വയസ്സും കുട്ടികളുടെ വയസ്സും കൂടെ ചേരുന്നതാണ്. ഈ ടീച്ചറേയും കുട്ടികളുടെയും വയസ്സായ 615 നിന്ന് കുട്ടികളുടെ മാത്രം വയസ്സായ 560 കുറച്ചാൽ ബാലൻസ് വരുന്ന 55 വയസ്സെന്ന് പറയുന്നതാണ് ടീച്ചർ വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ഒരു മോഡലാണ്, ഒരു ട്രിക്കാണ്. നമുക്കിത് ഇനി എളുപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗം കൂടെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി എളുപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 15. ഒരു ക്ലാസ്സിലെ 14. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. ടീച്ചറോട് വന്നപ്പോൾ ശരാശരി 1 കൂടി. ടീച്ചറോട് വന്നപ്പോൾ ശരാശരി 1 കൂടി. പുതുതായിട്ട് ഒരാൾ പുതുതായിട്ട് ഒരാൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ശരാശരി 1 കൂടിയെന്ന് പറഞ്ഞാലോ 1 കുറഞ്ഞെന്ന് പറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. ഇനി കിലോഗ്രാം ഭാരം പറയുമെങ്കിൽ ഓരോ കിലോ വീതം കൊടുക്കണം എന്ന് നമ്മൾ കൺസെപ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ്, 40 കുട്ടികളുണ്ട്. പുതുതായിട്ട് ഒരാളോട് വന്നപ്പോൾ ടീച്ചറോട് വന്നപ്പോൾ ശരാശരി 1 കൂടുന്നു എന്ന് പറഞ്ഞു. 1 കൂടിയാലോ 1 കുറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കുക. ഇനി ശരാശരി 2 കൂടിയെന്നോ 2 കുറഞ്ഞെന്നോ പറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം 2 വയസ്സ് വീതം കൊടുക്കുക. ഇനി ശരാശരി 3 കൂടിയെന്നോ 3 കുറഞ്ഞെന്നോ പറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം 3 വയസ്സ് വീതം കൊടുക്കുക. ഇനി ശരാശരി 4 കൂടിയെന്നോ 4 കുറഞ്ഞെന്നോ പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം 4 വയസ്സ് വീതം കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി നോക്കാം. 40 കുട്ടികളുള്ള ശരാശരി വയസ്സ് 14. ടീച്ചർ വന്നപ്പോൾ ശരാശരി 1 കൂടിയത് കൊണ്ട് പുതുതായിട്ട് വന്ന ടീച്ചർക്ക് പഴയ കുട്ടികൾ 40 കുട്ടികളും ഓരോ വയസ്സ് വീതം അങ്ങ് കൊടുക്കണം. ടീച്ചർ വയസ്സിന് നിങ്ങൾ 0 എടുത്തോ. ടീച്ചർ വയസ്സിന് നിങ്ങൾ 0 എടുക്കുക. ഓക്കെ. ടീച്ചർക്ക് വയസ്സൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ശരാശരി 1 കൂടിയ ഒറ്റ കാരണത്താൽ ഈ 40 കുട്ടികളും ടീച്ചർക്ക് ഓരോ വയസ്സ് വീതം കൊടുത്താൽ ടീച്ചർ വയസ്സ് അങ്ങ് 40 വയസ്സാവും. ടീച്ചർ വയസ്സ് 40 വയസ്സാവും. ഓക്കെ ആണല്ലോ. ടീച്ചർ വയസ്സ് 40 ആവും. ടീച്ചർ വയസ്സ് 40. ഓക്കെ ആണല്ലോ. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 14. ടീച്ചർ വന്നപ്പോൾ ശരാശരി 1 കൂടിയ ഒറ്റ കാരണത്താൽ ഈ 40 കുട്ടികളും ടീച്ചർക്ക് ഓരോ വയസ്സ് വീതം കൊടുക്കും. ടീച്ചർക്ക് 40 വയസ്സായി. ഇനി ടീച്ചർ വരുന്നതിന് മുമ്പ് എന്ത് ശരാശരിയെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് അറിയേ വേണ്ട. ടീച്ചർ വരുന്നതിന് മുന്നേ എന്തോ സംഭവിച്ചോട്ടെ. ടീച്ചർ വന്നതിന് ശേഷമുള്ള ശരാശരി എത്രയാണെന്ന് നോക്കാം. ടീച്ചർ വന്നതിന് ശേഷമുള്ള ശരാശരി, ടീച്ചർ വരുന്നതിന് മുമ്പ് ശരാശരി 14 ടീച്ചർ വന്നതിന് ശേഷം ആ ശരാശരി എന്ന് പറഞ്ഞത് 15 ടീച്ചർ വന്നതിന് ശേഷം ശരാശരി 15 അത് എഴുതണം. വരുന്നതിന് മുമ്പുള്ളതല്ല, ടീച്ചർ വന്നതിന് ശേഷമുള്ള പുതിയ ശരാശരി എത്രയാണോ അത് എഴുതണം. ഓക്കെ. ഇനി ശരാശരി കൂടിയെന്നാണോ പറയുന്നത് കുറഞ്ഞെന്നാണോ പറയുന്നത് എന്ന് നോക്കണം.
ശരാശരി കൂടിയെന്നാണ് പറയുന്നതെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ് ടീച്ചർ വയസ്സ്. ഇനി ശരാശരി കുറഞ്ഞെന്നാണ് പറയുന്നതെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതാണ് ടീച്ചർ വയസ്സ്. ശരാശരി കൂടിയെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടുക, കുറഞ്ഞെന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഓക്കെ, 40ഉം 15 കുടുംബത്തിൽ കിട്ടി 55. ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് 55 വയസ്സാണ്. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് പറഞ്ഞുതരാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളാണുള്ളത്. ഈ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 14ആണ്. ടീച്ചറോട് വന്നപ്പോൾ ശരാശരി 1 കൂടിയത് കൊണ്ട്, ശരാശരി 1 കൂടിയുണ്ട്, 1 കൂടിയാലോ 1 കുറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക്, ടീച്ചർക്ക് പഴയ കുട്ടികളെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. 2 കൂടിയെന്നോ കുറഞ്ഞെന്നോ പറഞ്ഞാലോ ഈ 2 വയസ്സ് വീതം കൊടുക്കണം. 3 കൂടിയെന്നോ കുറഞ്ഞെന്നോ പറഞ്ഞാലോ 3 വയസ്സ് വീതം കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ നമ്മൾ 0 വയസ്സെന്ന് എടുക്കുക. അപ്പോൾ ടീച്ചർ വന്നപ്പോൾ ശരാശരി 1 കൂടിയുണ്ട് 40 കുട്ടികളും ടീച്ചർക്ക് ഓരോ വയസ്സ് വീതം കൊടുത്താൽ 40 വയസ്സ് ടീച്ചറിനായി. ടീച്ചർ വന്നതിന് ശേഷമുള്ള ശരാശരി എത്ര നോക്കണം. ടീച്ചർ വരുന്നതിന് മുമ്പുള്ള ശരാശരി നമ്മൾ നോക്കണ്ട. ടീച്ചർ വന്നപ്പോൾ അത് 14 എന്നുള്ളത് 15 മാറി, അത് എഴുതണം. ടീച്ചർ വന്നപ്പോൾ ശരാശരി കൂടുവാണെങ്കിൽ നമ്മളങ്ങ് കൂട്ടിയേക്കണം, കുറയുവാണെങ്കിൽ നമ്മളങ്ങ് കുറച്ചേക്കണം. കൂടിയുണ്ട് 40ഉം 15 കൂട്ടി 55 വയസ്സാണ് ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു കമ്പനിയിലെ 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35ആണ്. മാനേജറുടെ വയസ്സ് കൂടെ കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 1 വർദ്ധിച്ചു എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കമ്പനിയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 24 പേരുണ്ട്. ഈ 24 പേരാണ്. 24 പേരുടെ ശരാശരി വയസ്സ് ആവറേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 35 ആണെന്ന് പറയുന്നുണ്ട്. 35. ഓക്കെ, അപ്പോൾ 24 പേരാണുള്ളത്, മാനേജർ ഉൾപ്പെടാതെ 24 പേരുണ്ട്. ഓക്കെ, അവരുടെ ശരാശരി വയസ്സ് 35 എങ്കിൽ ഇവർക്ക് ഈ 24 പേർക്കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ 24 × 35 നോക്കിയാൽ മതി. 24 × 35 840 വയസ്സേന്ന് കിട്ടും. എത്ര കിട്ടുമോ? 840 വയസ്സെന്ന് കിട്ടും. കിട്ടിയല്ലോ. അപ്പോൾ 24 പേരാണുള്ളത്, അവരുടെ ശരാശരി വയസ്സ് 35 എന്നാണ് കിട്ടും. അപ്പോൾ 24നെ 35 കൊണ്ട് ഗുണിക്കുമ്പോൾ 840 വയസ്സെന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ആരൂടെ വരുന്നുണ്ട്? പുതുതായിട്ട് മാനേജറുടെ വരുന്നുണ്ട്. മാനേജറുടെ വരുമ്പോൾ 24 പേരെന്ന് എത്ര പേരായി മാറും? അത് 25 പേരായി മാറും. 24 പേരെന്നുള്ളത് 25 പേരായി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ശരാശരി 1 വർദ്ധിക്കും. ശരാശരി 1 കൂടി. അപ്പോൾ എത്ര? 35 എന്നുള്ളത് എത്രയായി മാറി? 36 എന്നുള്ളതായി മാറി. ഈ 840 വയസ്സെന്ന് വെച്ചാൽ മാനേജർ വരുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർ എല്ലാ ജീവനക്കാരുടെയും കൂടെ വയസ്സാണ് 840 എന്ന് പറയുന്നത്. ഇനി മാനേജർ വന്നപ്പോൾ അത് 25 പേരായി. അപ്പോൾ ശരാശരി 1 കൂടിയുണ്ട്, 35 എന്നുള്ളത് 36ആയി. അപ്പോൾ ഇവരുടെ തുക എന്ന് പറഞ്ഞാൽ 25 × 36 എന്ന് വെച്ചാൽ 900 വയസ്സെന്ന് കിട്ടും. 900 വയസ്സ്. ഈ 900 വയസ്സിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മാനേജറുമുണ്ട്, 24 ജീവനക്കാരും ഉണ്ട്. ഈ 840 വയസ്സിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ജീവനക്കാരായ 24 ജീവനക്കാർ മാത്രമേ ഉള്ളൂ. എങ്കിൽ മാനേജർ വയസ്സ് എത്രയാണെന്നറിയാൻ ഈ 900-ൽ നിന്ന് ജീവനക്കാരുടെ മാത്രം വയസ്സായ 840 കുറച്ചാൽ ബാലൻസ് ഉള്ളത് 60 കിട്ടും. ഈ 60 വയസ്സാണ് മാനേജർ വയസ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര? 24 ജീവനക്കാരുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 35 ആണെങ്കിൽ 24 പേർ കൂടെ ആകെ 840 വയസ്സാണുള്ളത്. ഇനി ആര് വന്നു? പുതുതായിട്ട് ഒരാളോട് വന്നപ്പോൾ അത് മാനേജർ വന്നപ്പോൾ 25 പേരായി. ശരാശരി വയസ്സ് 35 എന്നുള്ളത് 36ആയി, 1 കൂടി. അപ്പോൾ 25 × 36 900. ഈ 900-നകത്ത് മാനേജറും ഉണ്ട്, ജീവനക്കാരും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ 840-നകത്ത് ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഈ 900-ൽ നിന്ന് 840 കുറയ്ക്കുമ്പോൾ 60 മാർക്ക് വയസ്സാണ്. 60 വയസ്സെന്ന് പറയുന്നതാണ് മാനേജർ വയസ്സെന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് പ്രകാരം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 24 പേരുടെ ശരാശരി വയസ്സ് 35. 24 പേരുടെ ശരാശരി വയസ്സ് 35. പുതുതായിട്ട് മാനേജർ വന്നപ്പോൾ ശരാശരി 1 കൂടി. ശരാശരി 1 കൂടിയെന്ന് പറഞ്ഞാലോ ശരാശരി 1 കുറഞ്ഞെന്ന് പറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. ശരാശരി 1 കൂടിയാലോ 1 കുറഞ്ഞാലോ പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. മാനേജർ വന്നപ്പോൾ ശരാശരി 1 കൂടിയതുകൊണ്ട് പുതുതായിട്ട് വന്ന ആൾക്കായ മാനേജർക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം 24 പേരും ഓരോ വയസ്സ് വീതം കൊടുക്കണം. അപ്പോൾ മാനേജർക്ക് 24 വയസ്സ് കിട്ടി. 24 വയസ്സ്. ഓക്കെ, മാനേജർ വയസ്സ് നമ്മൾ 0 ആയിട്ട് എടുക്കണം. ഈ 24 പേരും ഓരോ വയസ്സ് വീതം മാനേജർക്ക് കൊടുത്തു. കാര്യം 1 കൂടിയുണ്ട്.
ഒന്ന് കുറഞ്ഞാലും കൊടുക്കണം. ഇനി മാനേജർ വരുന്നതിന് മുമ്പുള്ള ശരാശരി എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. മാനേജർ വന്നതിന് ശേഷമുള്ള ശരാശരി എത്ര നോക്കണം. മാനേജർ വന്നതിന് ശേഷമുള്ള ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 എന്നുള്ളത് ഒന്ന് വർദ്ധിച്ചു, 36 ആയി. ഓക്കെ ആണല്ലോ, 36. ഓക്കെ. ഇനി മാനേജർ വന്നപ്പോൾ ശരാശരി കൂടുവാണോ കുറയുവാണോ എന്ന് നോക്കണം. ഇവിടെ കൂടുവാണ്, ഒന്ന് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇതങ്ങ് കൂട്ടിയാൽ മതി, ഇത് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ 24 + 36, 24 36 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 വയസ്സെന്ന് കിട്ടും. എന്ന് വെച്ചാൽ മാനേജറുടെ വയസ്സ് എന്ന് പറയുന്നത് 60 ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇന്ന് പഠിപ്പിച്ചൊക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു നോക്കുക. നമുക്കിതിൻ്റെ ബാലൻസ് ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.